ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് ഡേ വ്ളോഗ് കണ്ടാലോ? റംലാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈവനിങ് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഈവനിങ് ആയപ്പോൾ അവന്തിക ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. സേമിയ ഉപ്പുമാവാട്ടോ ഞാൻ ആദ്യമായിട്ടത് കാണുന്നത്. അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ബ്ലാങ്കാണ്. കാരണം അല്ലെങ്കിൽ എപ്പോഴും ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പുറത്ത് എയർപോർട്ട് ഉണ്ട് കേട്ടോ, അതായത് റോഡിന് കുറച്ച് അപ്പുറത്ത്. അതുകൊണ്ട് ഫ്ലൈറ്റ് എപ്പോഴും ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. ലാൻഡിങ് അല്ല, ടേക്ക് ഓഫ്. അത് നല്ല രസമാണ്. പ്രത്യേകിച്ച് എമിറേറ്റ്സിൻ്റെ ലൈറ്റൊക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. അതിൻ്റെ കൂടെ മെട്രോയും കൂടി വരുമ്പോൾ ഇപ്പം മെട്രോയും കാണുന്നില്ല, ഫ്ലൈറ്റും കാണുന്നില്ല. മെട്രോൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്, ആൾക്കാരില്ലാത്തത് കൊണ്ടേ. അങ്ങനെ അവൻ്റെയൊക്കെ ഫുഡൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോയി. കൂടെ ഞാനും റൂമിലേക്ക് പോയിട്ടോ. ഈ സൗണ്ട് കേട്ടാൽ സത്യം പറഞ്ഞാൽ മിസ്സിലിട്ട് പോകുമ്പോഴുണ്ട്. പക്ഷേ ആൾ വെള്ളം നിറയ്ക്കുന്നതാണ്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ജേർണലിംഗ് ഒന്നും ചെയ്യില്ല. സോ ഇപ്പോൾ 2-3 ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജേർണലിംഗ് എടുത്തു. പണ്ട് മുതലേ ഡയറി എഴുതാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുറച്ച് പരിഷ്കാരം കൂട്ടിയിട്ട് ജേർണലിങ്ങിലേക്ക് എത്തിയെന്നുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ടും പിന്നെ കുറച്ച് പ്ലാനറായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ജേർണൽ കീപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോയപ്പം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഈവനിങ് ഞാൻ കിച്ചണിൽ കയറി. അങ്ങനെ ഫസ്റ്റ് ഞാനത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു പുതിയ റെസിപ്പി പരീക്ഷണം കേട്ടോ. റെഡി ആവുമെന്ന് വിചാരിക്കുന്നത്. ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാം നോമ്പ് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ കൂടി പോയാലും പ്രശ്നമില്ല, അപ്പോൾ കുറഞ്ഞാലും പ്രശ്നമില്ല. നോമ്പാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജ്യൂസ് എന്താ പ്രിപ്പയർ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മിൻലൈം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ജ്യൂസ് റെഡി ആയപ്പോൾ സ്റ്റാർട്ടർ ഇതാ ഞാനിതാ പോപ്കോൺ ചിക്കൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീദേവിയും വന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ആയിട്ട് നോമ്പ് പറഞ്ഞത്. ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്കത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലിനിക്കിലാണെങ്കിൽ എല്ലാവരും കൂടി നോമ്പ് തുറക്കെങ്കിലും ഇവിടെ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറുള്ളത്. ആ സമയത്ത് ഒന്നെങ്കിൽ അവന്തിക കൂടെ ഉണ്ടാവുമെങ്കിലും ബാക്കി ആരും ഉണ്ടാവാറില്ല, എല്ലാവരും വർക്ക് ടൈം ആയതുകൊണ്ട് തന്നെ. ഇന്നിപ്പോൾ 3 ആളും കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതും അവരെല്ലാവരും കൂടി വന്ന് കുക്ക് ചെയ്തപ്പം കുറച്ചും കൂടി സ്പെഷ്യലായിരുന്നു. ഈ സ്റ്റിക്കർ കപ്പിൻ്റെ ഇതുവരെ പറിച്ചിട്ടില്ല എന്നുള്ളത് സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും അത് പറിച്ചു മാറ്റാനെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇനി അതും കാണാൻ പറ്റും. നോമ്പ് തുറക്കുമ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഉണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നോമ്പ് തുറക്കാനുള്ളത് നല്ല വിഷമമുള്ള കാര്യമാണ്. ക്ലിനിക്കിലാവുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെയാണ്. നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവ്യ ഒക്കെ വാങ്ങിയിട്ടുണ്ട്, റെഡി ആക്കി വെച്ചു. മടീൻ്റെ അങ്ങേയറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് ഗായ്സ്. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് കിച്ചണിൽ പോയപ്പോൾ കാണുന്ന കാഴ്ചകളാട്ടത്. ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ട്, ഓൾറെഡി പാക്ക് ചെയ്ത് വെക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാം കൂടി രസമാണ്. ഇവരെല്ലാവരും കൂടി വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കപ്പ് ഗ്ലാസ് ആണ്. മിക്കവാറും ടൈമിൽ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബാക്കിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതും നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഒരു ഹോംലി ഫീൽ തന്നെയാട്ടോ ഇവിടെ കിട്ടും. വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറയുന്നത് പോലെ ഇവിടെ എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോൾ നല്ല രസമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഒരു ഡീടോക്സിഫൈങ് ഡ്രിങ്കും കൂടി ആയിട്ട് ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ്. ബൈ.